അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സത്യനിഷേധത്തിന്റെ വഴി സ്വീകരിച്ചുകൊണ്ട് ധിക്കാരികളായി മാറുന്നവർക്ക് ഭീകരമായ നരകശിക്ഷയാണ് ലഭിക്കുക എന്നാണ് കഴിഞ്ഞ ആയത്തിൽ അവസാനിപ്പിച്ചത്. തുടർന്ന് അതിന്റെ മറുവശമായി സത്യവിശ്വാസം സ്വീകരിക്കുന്നവർക്ക് അവരുടെ വിശ്വാസത്തിനും സൽക്കർമ്മങ്ങൾക്കുമുള്ള പ്രതിഫലമായി കൊണ്ട് ലഭിക്കുന്ന സ്വർഗവും അതിൽ അവർ അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങളും ആനന്ദങ്ങളുമാണ് എന്ന് പഠിക്കുന്ന 30-31 ആയത്തുകളിൽ വിവരിക്കുന്നത്. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ആചരിക്കുകയും ചെയ്തവർ. ഒരാളിൽ വിശ്വാസവും സൽക്കർമ്മവും ചേർന്നു കഴിഞ്ഞാൽ അയാൾ സുഹൃതവാനായി. സുഹൃതവാന്മാരെ അള്ളാഹു ഈ ലോകത്തും പരലോകത്തും കൈവെടിയുകയില്ല, സംരക്ഷിച്ചു കൊണ്ടിരിക്കും. ഇന്നാലാ നുളിഉ, നാം ഒരിക്കലും പാഴാക്കുകയില്ല അജ്റ മൻ അഹ്സന അമല, സുഹൃതം ചെയ്തവർക്കുള്ള പ്രതിഫലം. അഹ്സന അമല എന്നാൽ പ്രവർത്തനം നന്നാക്കി എന്നാണ്, സുഹൃതം ചെയ്തു എന്നർത്ഥം. അവർക്കുള്ള പ്രതിഫലം ഒരിക്കലും നഷ്ടപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞ ശേഷം പരലോകത്ത് അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം അവർക്ക് നിത്യാനന്ദങ്ങൾ നൽകുന്നതായിരിക്കും എന്ന് വിശദീകരിക്കുകയാണ്. ഉലായിക ലഹും, അക്കൂട്ടർക്ക് ഉണ്ട്, ജന്നാത്തു അദ്നിൻ, സ്ഥിരമായി ഒരു കുറവും വരാതെ നിലനിൽക്കുന്ന ആരാമങ്ങൾ, തോട്ടങ്ങൾ, നല്ല സുഖസൗകര്യത്തോടുകൂടി സ്ഥിരമായി വസിക്കാൻ കഴിയുന്നത് എന്നാണ് അദ്ൻ എന്ന് പറഞ്ഞാൽ അർത്ഥം. തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു, അവയുടെ താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുന്നു. കണ്ണിനും മനസ്സിനും ആനന്ദം പകരുന്ന കാഴ്ചയായിരിക്കും. തോട്ടങ്ങളുടെ താഴ്ഭാഗത്തുകൂടെ ശുദ്ധമായ പാനീയം ഒഴുകിക്കൊണ്ടിരിക്കുന്ന അരുവികൾ, വൈവിധ്യമുള്ള പാനീയങ്ങൾ ഒഴുകുന്ന പലവിധം നദികൾ സ്വർഗത്തിൽ ഉണ്ടാവുമെന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. സ്വർഗവാസികളുടെ സന്തോഷമൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരു തോട്ടത്തിൽ മനോഹരമായ കൊട്ടാരം, തോട്ടത്തിൻ്റെ താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുന്നു. കൊട്ടാരത്തിൽ ഇരുന്നു കൊണ്ടും തോട്ടത്തിലൂടെ നടന്നുകൊണ്ടും സ്വർഗവാസികൾ മനോഹരമായ ഈ കാഴ്ചയിൽ ആനന്ദം കൊള്ളുന്നു. യുഹല്ലൗന ഫീഹ, അവർക്കതിൽ അണിയിക്കും, സ്വർഗവാസികൾക്ക് സ്വർഗത്തിൽ അണിയിക്കും. മിൻ അസാവിറ മിൻ ദഹബിൻ, സ്വർണം കൊണ്ടുള്ള വളകൾ. വയൽബസൂന, അവർ ധരിക്കുകയും ചെയ്യും. സിയാബൻ ഖുദറൻ, പച്ച നിറത്തിലുള്ള വസ്ത്രം. മിൻ സുന്ദുസിൻ, നേരിയ പട്ടുതുണി കൊണ്ടുണ്ടാക്കിയത്. വ ഇസ്തബ്രക്കിൻ, കട്ടിയുള്ള പട്ടുതുണി കൊണ്ട് ഉണ്ടാക്കിയതും. രാജകീയമായ വസ്ത്രങ്ങളും ഉടയാടകളുമാണ് അവർ സ്വർഗത്തിൽ ധരിക്കുക. മുത്തഖീന ഫീഹ, അവർ അതിൽ ചാരിക്കിടക്കുന്നവരായിരിക്കും. സ്വർഗത്തിൽ സ്വർഗവാസികൾ ചാരിയിരിക്കും, ചാരിക്കിടക്കും. അലൽ അറായിക്ക്, ചാരുമഞ്ചങ്ങളിൽ, മനോഹരമായി ഒരുക്കിയ ചാരുമഞ്ചങ്ങളിൽ. സ്വർഗത്തിൽ ചാരുമഞ്ചങ്ങളിൽ ഇരുന്നു കൊണ്ട് ആനന്ദിക്കുമ്പോൾ സ്വർഗവാസികൾ അവരുടെ അനുഭവങ്ങൾ, ഭൂമിയിലെ ജീവിതത്തിലെ അനുഭവങ്ങൾ പരസ്പരം പറയുന്ന രംഗം ഖുർആനിൽ മറ്റൊരിടത്ത് വിവരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന ആ പാവങ്ങളുടെ സന്തോഷം അപ്പോൾ എന്തായിരിക്കുമെന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ. തങ്ങളെ പരിഹസിക്കുകയും അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്ത അഹങ്കാരികൾ നരകത്തിൽ കത്തിയെരിയുമ്പോൾ തങ്ങളുടെ സഹനത്തിനും ക്ഷമക്കും സൽക്കർമ്മങ്ങൾക്കും അള്ളാഹു നൽകിയ ഉദാത്തമായ പ്രതിഫലം കണ്ട് അവരെന്തുമാത്രം ആനന്ദിക്കും. നിഅമത്ത് സവാബു, എന്തൊരു വിശിഷ്ടമായ പ്രതിഫലമാണത്. വഹസുനത്ത് മുർത്തഫഖ, എത്ര സുന്ദരമായ വിശ്രമ സ്ഥലവും. കഴിഞ്ഞ ആയത്തെ നരകവാസികൾക്ക് എത്ര മ്ലേച്ഛവും ദുഷ്ടവുമായ സങ്കേതമാണ്, താവളമാണ് ലഭിക്കുക എന്ന് പറഞ്ഞാണല്ലോ അവസാനിപ്പിച്ചത്. അതിൻ്റെ നേരെ എതിരായിക്കൊണ്ട് സ്വർഗവാസികൾക്ക് ലഭിക്കുന്ന താവളം എത്ര സുന്ദരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആയത്ത് അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മനുഷ്യന് ചിന്തിക്കാൻ പോലും കഴിയാത്ത ആനന്ദാനുഭൂതികൾ നൽകുന്ന സൗകര്യങ്ങളാണ് അള്ളാഹു സ്വർഗത്തിൽ സ്വർഗവാസികൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത്. അത് എളുപ്പത്തിൽ ലഭിക്കുകയില്ല എന്നും അതിനുവേണ്ടി നന്നായി കർമ്മങ്ങൾ ചെയ്യണമെന്നും ബുദ്ധിയുള്ളവർ മനസ്സിലാക്കുന്നു. എന്നാൽ നമ്മൾ എങ്ങനെ നടന്നാലും അള്ളാഹു അവസാനം സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചുകൊള്ളും എന്ന വ്യാമോഹവുമായി നടക്കുന്ന മനുഷ്യർ സ്വർഗത്തിൻ്റെ മഹത്വവും വിലയും മനസ്സിലാക്കാത്തവരാണ്. അള്ളാഹു സ്വർഗാവകാശികളായ അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.